ആന്ധ്രാപ്രദേശിലെ മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അഴിമതി പണം കൈപ്പറ്റിയതായി കുറ്റപത്രം. മാസം 50 മുതൽ 60 കോടി രൂപ വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ആന്ധ്രാപ്രദേശ് മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അഴിമതി പണം കൈപ്പറ്റിയതായുള്ള കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആന്ധ്രാപ്രദേശിലെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മാസം 50 മുതൽ 60 കോടി രൂപ വരെ ഇയാൾ അഴിമതിപ്പണമായി കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം. ഏതാണ്ട് 3500 കോടി രൂപയുടേതാണ് ഈ മദ്യനയ അഴിമതി. 2019-24 കാലയളവിലാണ് അഴിമതി നടന്നത്. കെ രാജശേഖർ റെഡ്ഡിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. 250 മുതൽ 300 കോടി രൂപ വരെ YSR കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ലഭിച്ചെന്നും അഴിമതിയിലൂടെ ലഭിച്ച പണം ദുബായിലും ആഫ്രിക്കയിലും നിക്ഷേപിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അടിമുടി അഴിമതി ഇയാളുടെ ഭരണകാലത്ത് നടന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.